എത്ര പ്രേമുണ്ടായിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോ ഈ മൂവിയില് നോക്കൂ, നമ്മുടെ ലൈഫിൽ എല്ലാവരും ലൈഫിൽ ഒരു എക്സ് ഉണ്ടാവും, മറക്കാൻ പറ്റാത്ത, മറക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ ഉണ്ടാവും. പക്ഷെ അതിൽ ഒരു എക്സ് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആയിരിക്കും. മേ ബി ഫസ്റ്റ് ലവ് ഒക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എക്സ് ആണിത്. പിന്നെ എന്റെ ഓഫ്കോഴ്സ് എന്റെ ലവ് മാരേജ് ആണ്. എനിക്ക് എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്ക് ലവ് മാരേജ് സെറ്റ് ആവുള്ളൂ. എനിക്ക് അറേഞ്ച് മാരേജ് അത്ര സെറ്റ് ആവുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സെറ്റ് ആവുന്നു. പിന്നെ ലവ് മാരേജ് ആണ് നല്ലതെന്ന് തോന്നി. ശരിക്കും നല്ലതാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഇതുവരെ മാറ്റമില്ല. തോന്നുന്നുണ്ട് നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ. രണ്ടുപേരും നല്ല അടിപൊളിയാണ് ശരിക്കും. താങ്ക് യു. ശരിക്കും നമ്മളിലേക്ക് വരുമ്പോഴായിരുന്നോ നമ്മുടെ ആ ഒരു പേര് കാർത്തിക എന്നുള്ളത് ഭാവന നായർ എപ്പോഴായിരുന്നു? അതെ, നമ്മൾ സമയത്ത് തന്നെയാണ് അത്. കുറെ കാർത്തിക ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ ഓൾറെഡി. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി കമൽ സാർ തന്നെയാണ് പറഞ്ഞത് ഇഷ്ടമുള്ള കുറച്ച് പേരൊക്കെ എഴുതിക്കൊണ്ട് പോകാൻ, നമുക്ക് ഇഷ്ടമായത് നമുക്ക് സെലക്ട് ചെയ്യാൻ. അങ്ങനെ ചുമ്മാ ഒരു അങ്ങനെ ഒരു ഭയങ്കര സീരിയസ്നെസ് ഒന്നും വന്നില്ല. അപ്പൊ അന്ന് എനിക്ക് തോന്നിയ കുറച്ച് പേരൊക്കെ എഴുതിക്കൊണ്ട് വന്നു. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഭാവന എന്നാണ്. അതിൽ അങ്ങനെ ഭാവന. എനിക്കറിയാം ഭാവനയെ എഴുതിക്കൊണ്ടുവരുള്ളൂ. കാര്യം നല്ല ഭാവനയുള്ള കുട്ടിയാണ് എനിക്ക് നന്നായിട്ടറിയാം. മറ്റൊരു പൂച്ചയുടെ കവിതയൊക്കെ ഞാൻ കേട്ടിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മക്കളെ ഈ പൂച്ചയുടെ ഒരു കവിത? കുഞ്ഞുണ്ണി മാഷിന്റെ കാലടിപൊളിയായിട്ടുള്ള ആള് കവിത എഴുതിയിട്ടുണ്ട്, പൂച്ചയുടെ കവിത. എന്തായിരുന്നു പറഞ്ഞോ ഒന്ന് പറഞ്ഞു കൊടുക്കും മക്കൾക്ക്. അത് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിയ ഒരു കവിത. പറഞ്ഞു എക്സൈറ്റ്മെന്റ് ആവാനുള്ള കവിതയല്ലാതെ ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിയത്. നീ ഇപ്പൊ എത്ര പഠിക്കുന്നത്? 3ല്. നിന്റെ ഏകദേശം അഭിപ്രായത്തിലുള്ള എഴുതാൻ. അത് പൂന്തോട്ടത്തിൻ മേൽപ്പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ എലികളെ തിന്നു, ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു, പിന്നെ കായ വറുത്തതും. അല്ല, എനിക്ക് ആ സമയത്ത് ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ, ചിഞ്ചു എന്ന് പറഞ്ഞിട്ട്. ചിഞ്ചു. ഞങ്ങള് അവിടുന്ന് ഷിഫ്റ്റ് ആയി പോയപ്പോ വന്നില്ല, ചിഞ്ചു വന്നില്ല ഞാൻ വിളിച്ചിട്ട്. അപ്പൊ അന്നിങ്ങനെ എനിക്കറിയാം വിഷമം വരുമ്പോഴാണ് കവിത എഴുതുക അറിയാം. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എഴുതിയ കവിതയാണത്. അല്ലാതെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ഒതുക്കി വെക്കണതിന്റെ ഇടയിൽ പഴയ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ കവിതയാണ്. അന്ന് ഞാനത് വായിച്ച് ഞാൻ ചിരിച്ചിരിച്ച് ചത്തു. അപ്പൊ അങ്ങനെ അത് പിന്നെ എന്റെ അബദ്ധത്തിൽ ഞാൻ ഹനീഫ് കേട് എടുത്തിട്ട് പറഞ്ഞു തുടങ്ങിയ സമയത്ത്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഹനീഫ് അത് ഭയങ്കര സീരിയസ് ആയിട്ട് കേട്ടു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും വിളിക്കാൻ, നിന്റെ കവിത കേട്ടു, എന്താ എഴുത്ത് നിർത്തിയത്, പിന്നെ എഴുതാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച് വന്നിരുന്നു. എന്തിലൊക്കെയോ വന്നിട്ട് ഞാൻ നോക്കിയപ്പോ പലരും ഇരുന്ന് ഭാവന ഭയങ്കര കവിത എഴുതും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കവിത പിന്നെ